ഞങ്ങൾക്ക് അടിച്ച് തിന്നെ. എവിടെ ആയാലും വേണ്ടില്ല, അവന് കടിക്കണം. നല്ല സ്ഥലം അവൻ കടിച്ചു വലിക്കണം. എന്താ ചെയ്യ, ഈ ചക്ക ഇങ്ങനെ ആയ എന്നിട്ട് ഇടിക്കുകയും ചെയ്യും. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം തുടക്കം ഈ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ അപരാധമാണ് എന്ന തരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇമേജ് നൽകിയത് രേണുസുതിയാണ്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ശേഷം അവരുടെ സബ്സ്ക്രിപ്ഷൻ ലൈവുകളും വീഡിയോസും ഫോട്ടോസും എല്ലാം ലീക്കായി പുറത്തേക്ക് വന്നു. എക്സ്ട്രീം വൾഗർ ആയിട്ടുള്ള അത്തരം വീഡിയോസും ഫോട്ടോസും കണ്ടതോടുകൂടി തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ എയറിൽ പോയി. പക്ഷേ ഉള്ള കാര്യം പറയട്ടെ, ജെനുവിൻ ആയിട്ടുള്ള നോർമലൈസ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അതായത് സ്റ്റോറീസും മറ്റു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ വഴി. അവരുടെ ഫണ്ണി മൊമെന്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ. അതല്ലാതെ എക്സ്ട്രീം വിയേർഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്, രേണുസുതിയെ പോലെ തന്നെ. അത്തരത്തിലുള്ള ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവരുടെ ആരുടെയും ചാനൽ നെയിമോ ഇവരുടെ പേരുകളോ ഞാൻ വെളിപ്പെടുത്തില്ല. മറ്റൊന്നുമല്ല, ഞാനൊക്കെ ഈ ഒരു വീഡിയോ ഒരു സോഷ്യൽ അവയർനെസ് എന്ന നിലയിൽ ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ ആരും വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കൾ കുട്ടികളുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടതിന് ശേഷം കുറെ ഞരമ്പന്മാർ ഇവിടുന്ന് അവിടെ ചെന്നിച്ച് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാം അറിഞ്ഞോ അറിയാതെ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് എന്ന പേരിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുതൽ ഇവരുടെ ആരുടെയും പേരും പറയുന്നില്ല, ചാനൽ നെയിമും മെൻഷൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീർത്തും തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാലും നമുക്കറിയാം, രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തൊരു വിവാദം ഉണ്ടായിരുന്നു. രേണുസുതിയുടെ ഒരു ചാറ്റ് ലീക്ക് ആയപ്പോൾ അവർ പറഞ്ഞത്, ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് രേണുസുതിനെ വിളിക്കാം, ഒരു ഡ്രൈവിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് രേണുസുതിനെ വിളിക്കാം, ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിൽ രേണുസുതിനെ വിളിക്കാം, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾക്ക് രേണുസുതിനെ വിളിക്കാം. അതിനുവേണ്ടിയിട്ട് അവരുടെ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്തരത്തിലൊരു ഓഫർ ഈ ചേച്ചി മുന്നോട്ട് വരുന്നുണ്ട്, റേറ്റും പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുപോകാം. ഹലോ കൂട്ടുകാരെ, മഴക്കാല ഓഫറാണ്. മച്ചന്മാരെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ഇടുക. അതായത് എൻ്റെ കൂടെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ സിനിമ കാണാനോ എന്തിനെങ്കിലും ആവട്ടെ, എന്താ താല്പര്യം അത് എഴുതിയിട്ടാൽ മതി. ഏറ്റവും കുറഞ്ഞ ഓഫറേ ഉള്ളൂ. അതേപോലെ 2000 3000 ഒന്നുമില്ല, 100 200 മതി. ഷോപ്പിംഗ് നടത്താൻ എൻ്റെ കൂടെ വരികയാണെങ്കിൽ 10-200 രൂപ മതി, ഇത്രയൊക്കെ മതി ഒരു ചായക്കുള്ള പൈസ. സിനിമയ്ക്കാണെങ്കിൽ 250. ഓക്കെ, ഡ്രസ്സ് എടുക്കാൻ പോകാനാണെങ്കിൽ 250, അത്രയും മതി. നമ്മള് പാവങ്ങളല്ലേ, അത്രയൊക്കെ മതി. ചേച്ചിയുടെ റേറ്റ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ഈ ചേച്ചിയുടെ അടുത്ത് പോകേണ്ട 10, 150, 250 രൂപ ചിലവേ ഉള്ളൂ. അതാണ് ഈ ചേച്ചി പറയുന്നത്. എല്ലാം കൂടി കറക്കി കുത്തി വരുമ്പോൾ ഒരു 10,000, 1500, 2000 രൂപ ആകും. അതാണ് ചേച്ചിക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. മഴക്കാല സ്പെഷ്യൽ ഓഫറാണ് ചേച്ചി നൽകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചാടിക്കറി ഒരുമിട്ട് പോകാണ്ട് നിൽക്കുന്ന ഞരമ്പന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന എമൗണ്ടിലൊക്കെ കുറച്ചൊക്കെ മിച്ചം പിടിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ വയസ്സാകാലത്ത് ടെൻഷൻ മേടിക്കാതെ ജീവിച്ചു പോകാം. നിങ്ങളുടെ മക്കളുടെ ആട്ടുനിൽക്കും ഏറ്റുവാങ്ങാതെ ജീവിച്ചു പോകാം. പിന്നെ അതാണ് തന്നെ, ഇതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ എടുത്ത് വീട്ടിലോട്ട് അരിയും ചിക്കനും മട്ടനും ഒക്കെ മേടിക്കുകയാണെങ്കിൽ നിന്റെയൊക്കെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടും. അല്ലാതെ ഈ 85 മോഡൽ അംബാസഡർ കാറിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയധികം തുക ചെലവഴിച്ച് പോകാതിരിക്കുക. 180 രൂപയ്ക്ക് അടുക്കുകയാണ് ഇവരുടെ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട്. എന്നാലും ബാക്കി കൂടെ നമുക്കൊന്ന് കാണാം. താല്പര്യമുള്ളവർ കമന്റ് അടിക്കുക, കമന്റ് എഴുതിയിടുക. മച്ചന്മാരെ, ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പോൾ ഓരോരുത്തർ ഡൽഹിയിൽ കറങ്ങാൻ പോകുമ്പോൾ 2000, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ 2500, അതൊക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കറങ്ങാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് അത്ര ഒന്നുമില്ല. മഴക്കാലത്തിന്റെ ഓഫറാണ്, പ്രത്യേക മഴക്കാല ഓഫർ കേട്ടോ. താല്പര്യമുള്ളവർ മച്ചന്മാരെ എല്ലാവരും കമന്റ് ഇട്ട് പൊളിക്കുക കേട്ടോ. അപവാദമൊന്നും പറയരുത്, ഇത് മഴക്കാലത്തിന്റെ ഓഫറാണ് എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ എന്തായാലും ഈ ചേച്ചി വീട്ടുകാർ അറിയാതെ ഒന്നുമല്ല കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കത് കണ്ടു നോക്കാം.
ഇവര് പല കാര്യങ്ങളിലും രേണുസുദിനെ തന്നെ ഈച്ച കോപ്പി അടിക്കണം. മറ്റൊന്നുമല്ല, ഇവരിപ്പോ ഈ ഡൽഹി പോകുന്ന കാര്യം പറയുന്നു. അതായത് രേണുസുതി ഈ ചായ കുടിക്കാൻ പോകുന്നതിന് ഒരു ചെറിയ എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ മറ്റൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, രേണുസുതിയോട് ഒരു ഓൺലൈൻ ചാനലിലെ ക്യാമറമാൻമാർ വന്നിട്ട് ഇവരുടെ ശരീരത്തിന്റെ സൈസുകൾ ചോദിക്കുന്നുണ്ട്, അതായത് അളവുകൾ. അത് കൃത്യമായിട്ട് രേണുസുതി പറയുന്നുണ്ട്. അത്തരത്തിൽ അതേ ഈച്ച കോപ്പി സാധനം ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മെഷർമെന്റ് അളന്ന് കാണിച്ചുകൊണ്ട് അതൊന്ന് കണ്ടുപോകുക. ഞാൻ അളവെടുക്കുക. 34, 38, 38. ഇവിടെ എടുക്ക്, ഇവിടെ അവിടെ 35. 30, 30, ആ 38, നീ കാലിൽ എടുക്ക്, കൂടി എടുക്ക്. 38, 32. നീ കാല് എടുക്കും. നല്ലോണം എടുക്ക്, നേരെ എടുക്ക്. 20. ഉമ്മ. ആ ഇനി പിന്നാൻ പറ. ഇല്ല. 30, 40. 40. 40. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് ഒന്നുണ്ട്. അതെല്ലാം കൂടി നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ ഒരു അഡൽട്ടറി ചാനലായി മാറിപ്പോകും. അത്രത്തോളം സാധനങ്ങളുണ്ട് ഇതിനകത്ത്. എന്നാലും ഇവരുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കാണുമല്ലോ. ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ കുട്ടി അടിച്ചിറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓഫർ ഉണ്ട്. അതുവഴി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും എന്ന് മനസ്സിലാക്കിയ കുറെ അധികം പഴയ മോഡൽ വണ്ടികൾ കുറെ അധികം കുട്ടി അടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലുള്ള ആണുങ്ങളുടെ ഞരമ്പിന് തീ പിടിപ്പിക്കാണ്ട്. എന്തായാലും നല്ല രീതിക്ക് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടോ ഇവരൊക്കെ. നല്ല രീതിക്കുള്ള സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട്. ഏകദേശം 40,000 രൂപയാണ് ഇവരുടെ വരുമാനം. ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയാണ്. കാരണം ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവരൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു തുകയാണ്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നു. ഇതിലും എക്സ്ട്രീം വിയേർഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന വേറെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരു യൂട്യൂബർ ഒരു സാധനം കൈ കിട്ടിയിട്ട് ഞാൻ ഞെട്ടിത്തെരിച്ചിരുന്നതാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ നിന്ന് ലീക്കായ സാധനമാണ്. പിന്നെ അവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ കിടക്കുന്ന 1-2 ഫോട്ടോസും എന്റെ കൈവശം കിട്ടിയതാണ്. അതൊന്നും നമുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇതും രേണുസുതിയൊക്കെ അതിന്റെ മുന്നിൽ ശിശുക്കളാണ്. ശിശുക്കളിലും ശിശുക്കൾ. കാരണം ഒന്നുമില്ല. വെറും 2 പീസ് നിൽക്കുന്ന സാധനം വരെ ഉണ്ട്. വെറും ഇന്നറിനകത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ള സാധനം വരെ അപ്ലോഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. പുറമേ നോക്കുമ്പോൾ അവർ വലിയൊരു ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ അവരുടെ ലീക്ക് ഔട്ടായി വന്നിരിക്കുന്ന ആ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം കണ്ണടിച്ചു പോകും. അതൊന്നും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല. അതിനകത്തുനിന്നൊക്കെ അവർ നല്ല രീതിക്ക് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ശരി, എന്നാ ബൈ.